ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം എന്താണെന്നാണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് എന്തൊക്കെയാണ്. സോ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് സിഗ്നൽസ് എന്താണ്, സിഗ്നൽ ഓപ്പറേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ സിസ്റ്റം എന്താണെന്ന് നോക്കാം. System means it is defined as an entity that acts on an input signal and transform it to an output signal. സോ ഒരു ഇൻപുട്ട് സിഗ്നൽ, ഇവിടെ നമ്മളൊരു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സിഗ്നൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിനെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് നമുക്കൊരു വൈ ഓഫ് ടി ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാം. സോ വൈ ഓഫ് ടി ഈസ് ടി ഓഫ് എക്സ് ഓഫ് ടി. ടി മീൻസ് വൈ ഓഫ് ടി ഈസ് ട്രാൻസ്ഫോംഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് ടി. ആ എക്സ് ഓഫ് ടി ചെയ്യുന്ന ഓപ്പറേഷൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഞാൻ ടി എന്ന ലെറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇൻപുട്ടിനെ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പുതിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സൈൻ എക്സ് ഓഫ് ടി സൈൻ വേവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് ടി എന്ന് പറയുന്നത് കോസ് സിഗ്നലാണ്. സൈനിനെ കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ആ പെർഫോമൻസ് ചെയ്യുന്ന ഡിവൈസിനെ നമുക്കൊരു സിസ്റ്റം എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്, അതിനെ വൈ ഓഫ് ടി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതൊരു സൗണ്ട് സിഗ്നലാണ്. സോ ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. സോ ആ ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഡിവൈസസിനെ നമുക്ക് സിസ്റ്റം എന്ന് പറയാം. സോ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നലായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നലായിരിക്കും. ബട്ട് ഔട്ട്പുട്ട് ഈസ് വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോംഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് ടി. അപ്പം ഇൻപുട്ട് സൈൻ ആണെങ്കിൽ അതിനെ കോസ് ആക്കുന്നു, സൈനിനെ കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഡിവൈസിനെ നമുക്ക് സിസ്റ്റം എന്ന് പറയാം. നമുക്കിതിനെ ഡിസ്ക്രീറ്റിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഡിസ്ക്രീറ്റിലാണെങ്കിൽ വൈ ഓഫ് എൻ വെച്ചിട്ടാണ് ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻപുട്ടിനെ എക്സ് ഓഫ് എൻ. സോ വൈ ഓഫ് എൻ ഈസ് ട്രാൻസ്ഫോംഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടി മാറ്റി എൻ ആക്കി യൂസ് ചെയ്താൽ മതി, ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം റെപ്രസെൻറ്റേഷൻ ആവും. സോ നമുക്കിനി അടുത്ത അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം, ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആൻഡ് ടൈം വേരിയൻറ്റ് സിസ്റ്റം, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. തേർഡ് വൺ കോസൽ ആൻഡ് നോൺ കോസൽ. ദെൻ ഫോർത്ത് വൺ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഇതിന് വേറൊരു പേരും പറയും. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ മെമ്മറി ലെസ് സിസ്റ്റം, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വിത്ത് മെമ്മറി. സോ അങ്ങനെയും അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ദെൻ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം, ദെൻ ഇൻവേർട്ടിബിൾ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റം. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം പറയുവാണെങ്കിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ടൈം ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി, കോസാലിറ്റി പ്രോപ്പർട്ടി. സോ അങ്ങനെ നമുക്ക് സ്റ്റെബിലിറ്റി പ്രോപ്പർട്ടി. സോ പ്രോപ്പർട്ടീസും ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ സിലബസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം, അത് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. സോ സെയിം തന്നെയാണ്. സോ നമുക്ക് ഓരോ സിസ്റ്റത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് എക്സാമ്പിൾസും നമ്മൾ പഠിച്ചു വെക്കണം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ്. എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ലീനിയർ. സോ ലീനിയാരിറ്റിയുടെ ഡെഫിനിഷനാണ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. സോ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഒരു സിസ്റ്റം ലീനിയർ ആവണമെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യണം. ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് തൊട്ട് താഴെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ നമ്മളത് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആവും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ ഒരു സിസ്റ്റം തന്നിട്ട് നമുക്കതിൻ്റെ ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സിസ്റ്റം ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിക്കാറുള്ളത്. സോ അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ അപ്ലൈ ചെയ്തിട്ടാണ് x1 ഓഫ് ടി, x2 ഓഫ് ടി ഈ രീതിയിൽ കൺസിഡർ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്, വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ആ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെത്. സോ അത് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. ലീനിയാരിറ്റി ചെക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് എക്സാമ്പിൾ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ ഓർ നോട്ട്. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ ഫുൾ സിസ്റ്റം
ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു സിസ്റ്റം റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ, ടൈം ഇൻവേരിയൻറ്റ്, കോസൽ, ഡൈനാമിക്, ഈ രീതിയിൽ സ്റ്റേബിൾ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ സിംഗിളായിട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രം ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇവിടുത്തെ സിസ്റ്റം റെപ്രസെൻറ്റേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി സ്ക്വയർ. സോ അതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിനകത്തൊരു ഔട്ട്പുട്ട് ടേം കാണും, അതിനകത്തൊരു ഇൻപുട്ട് ടേമും കാണും. ഇവിടെ എക്സ് ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ടേം എന്ന് പറയുന്നത്, y ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ശരിക്കും സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ y ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് ഓഫ് ടി. ടി ഓഫ് എക്സ് ഓഫ് ടി മീൻസ് എക്സ് ഓഫ് ടി ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ തന്നേക്കുന്ന എക്സ്പ്രഷൻ നോക്കുമ്പോൾ y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി സ്ക്വയർ, ടൈമിനെ സ്ക്വയർ ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷനാണ് നമ്മുടെ സിസ്റ്റം റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഞാൻ വെറുതെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്, അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി, ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം ഈ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. തന്നിരിക്കുന്ന സിസ്റ്റം ഇതാണ്, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി സ്ക്വയർ. സോ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുവാണ്, ലെറ്റ് x1 of t be the input and y1 of t be the corresponding output. നിങ്ങൾ എക്സാമിന് ഈ ഒരു സ്റ്റെപ്പുകൾ എഴുതണം. ഞാൻ ഇനിയുള്ള പ്രോബ്ലത്തിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഓരോന്നോരോന്നായിട്ട് പറയില്ല നമ്മൾ, പക്ഷേ ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്ന എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ പിന്നീടുള്ള പ്രോബ്ലംസിലും അത് എഴുതിയിരിക്കണം. സോ ലെറ്റ് x1 of t be the input and y1 of t be the corresponding output. സോ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ x1 of t എന്ന് ഒരു ഇൻപുട്ട് കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. ആ ഔട്ട്പുട്ടിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് y1 of t എന്നാണ്. സോ x1 of t എന്ന് പറയുന്നത് എന്ത് ഇൻപുട്ട് വേണമെങ്കിലും ആവാം. നമ്മളത് ഈ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y1 of t ആണ്. സോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം y1 of t ഈക്വൽ ടു, നോക്കുക നമ്മൾ കൊടുക്കുന്നത് x1 of t എന്ന് പറയുന്നൊരു ഇൻപുട്ടാണ് ഈ സിസ്റ്റത്തിലേക്ക്. ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ y1 of t നമ്മൾ പറഞ്ഞു. സോ ഇവിടെ നമുക്ക് എഴുതാം x1 of t സ്ക്വയർ. x1 of t എന്നുള്ളൊരു ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ് ഓഫ് ടി സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ മാറും, x1 of t സ്ക്വയർ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സോ x1 of t കൊടുത്തപ്പോൾ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി, ഇക്വേഷൻ 1. ദെൻ ലെറ്റ് x2 of t be the ഇൻപുട്ട്. ഞാൻ വേറൊരു ഇൻപുട്ട് കൂടെ കൊടുക്കുവാണ്, ലെറ്റ് x2 of t be the ഇൻപുട്ട് ആൻഡ് y2 of t be the corresponding output. Then നമുക്ക് y2 of t ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. y2 of t ആ ഒരു സിസ്റ്റത്തിലേക്ക് x1 of t കൊടുത്തു, രണ്ടാമത്തെ ഇൻപുട്ട് കൊടുക്കുവാണ് x2 of t. x2 of t എന്നൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ x of tക്ക് പകരം x2 of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് y2 of t ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തപ്പം കിട്ടിയ y1 of t നമ്മളിങ്ങനെ എഴുതാം x1 of t സ്ക്വയർ. ദെൻ രണ്ടാമത്തെ ഇൻപുട്ട് കൊടുത്തു x2 of t സ്ക്വയർ. ഇങ്ങനെ രണ്ട് ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടി. സോ y2 of t ഇക്വേഷൻ x2 of t സ്ക്വയർ, ഇക്വേഷൻ 2. ദെൻ multiply equation 1 with a. ഇക്വേഷൻ 1നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 ബൈ b. a 2 കൊണ്ടും സോറി 1നെ 2 കൊണ്ടും 1നെ a കൊണ്ടും ഇക്വേഷൻ 2നെ b കൊണ്ടും ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് അന്നേരം കിട്ടുന്ന വാല്യൂ ആണ് ay1 of t
ഈക്വൽ ടു ax1 t². ദെൻ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് by2 of t ഈക്വൽ ടു bx2 of t². ദെൻ ഇപ്പോൾ കിട്ടിയ ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ay1 of t പ്ലസ് by2 of t എന്നൊരു ഫംഗ്ഷൻ കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുവാണ്. LHS RHS ടേംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ax1 of t² പ്ലസ് bx2 of t². സോ ഇത് ഇക്വേഷൻ 3 ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. സോ ഈ കിട്ടിയ ay1 of t പ്ലസ് by2 of t എന്ന് പറയുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്തപ്പം പറഞ്ഞു, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മീൻസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ്, സോ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് should be equal to output due to weighted sum of inputs. So നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചു, weighted sum of outputs. So weighted sum of outputs കണ്ടുപിടിച്ചു. അതാണ് ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്തത്. ay1 of t പ്ലസ് by2 of t. എയും ബി ആണ് അവിടെ വെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് മീൻസ് ay1 of t പ്ലസ് by2 of t. അത് നമ്മൾ സം ചെയ്തപ്പോൾ നമുക്ക് ax1 of t² പ്ലസ് bx2 of t² എന്നൊരു ടേമാണ് കിട്ടിയത്. ഇതാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. സോ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി x1 of t എന്നൊരു ഇൻപുട്ട് കൊടുത്തു, x2 of t എന്നൊരു ഇൻപുട്ട് കൊടുത്തു, രണ്ട് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സുകൾ ഒബ്സർവ് ചെയ്തു, y1 of t ആൻഡ് y2 of t. ദെൻ y1 of t എ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, y2 of t ബി കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആ കിട്ടുന്ന രണ്ട് ഫംഗ്ഷൻസിനെയും തമ്മിൽ ആഡ് ചെയ്യുക, ay1 of t പ്ലസ് by2 of t. ആ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതാണ് ഇക്വേഷൻ 3. ദെൻ നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് ആയിരിക്കണം. സോ അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ നമുക്ക് അടുത്ത മെഷർ ചെയ്യേണ്ടത് ആൻഡ് ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് ആണ്. സോ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ എനിക്ക് മെഷർ ചെയ്യേണ്ടത് പുതിയൊരു ഔട്ട്പുട്ടാണ്, ഞാൻ അതിനെ y3 of t എന്ന് കൊടുത്തു. ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്, കൊടുക്കേണ്ട ഇൻപുട്ട് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ടാണ്. അപ്പോൾ ഈ സിസ്റ്റം ഇതാണ്, സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. നമ്മളതിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ax1 of t പ്ലസ് bx2 of t. അപ്പോൾ ഇങ്ങനൊരു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് അതാണ് y3 of t. സോ ഈ വാല്യൂ ആണ് നമ്മൾ ലീനിയാരിറ്റി ചെക്ക് ചെയ്യാനുള്ള സെക്കൻഡ് കണ്ടീഷൻ. ആ രണ്ട് കണ്ടീഷൻ, വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ടും ഈ y3 of t അല്ലെങ്കിൽ ആൻ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്, ഇത് തമ്മിൽ ഈക്വൽ ആകുമ്പോഴാണ് ലീനിയർ ആവുന്നത്. സോ നമുക്ക് y3 of t മെഷർ ചെയ്യാം. y3 of t മീൻസ് ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ എന്തായിരിക്കും y3 of t? സോ അത് ഇവിടെ തന്നെ എഴുതുകയാണ് ഞാൻ. y3 of t മീൻസ് നമ്മൾ x of tക്ക് പകരം നമ്മൾ x1 of t കൊടുത്തപ്പോൾ നമുക്ക് x1 of t² എന്ന് കിട്ടി. ദെൻ x2 of t കൊടുത്തപ്പം x2 of t² എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുക്കുന്നു. എല്ലാം ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് പകരമാണ് ഇതെല്ലാം കൊടുക്കുന്നത്. x1 of t² കിട്ടി, x2 of t² കിട്ടി. ദെൻ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ax1 of t² പ്ലസ് bx2 of t². ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ, ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്. സോ ax1 of t പ്ലസ് bx2 of t ഇത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ ആണ് ഞാൻ എഴുതിയത്. സോ y3 of t ഈസ് ഈക്വൽ ടു, സോ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്
output due to weighted sum of inputs, weighted sum of inputs. So y3 of t, അതാണ് y3 of t ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ സിസ്റ്റം എക്സ്പ്രഷനകത്ത് എക്സ് ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി. സോ അങ്ങനെ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എ എക്സ് വൺ ഓഫ് ടി സ്ക്വയർ പ്ലസ് ബി എക്സ് ടു ഓഫ് ടി സ്ക്വയർ, ഇതായിരിക്കും. ഇതിന് ഞാൻ ഇക്വേഷൻ 4 എന്നും കൊടുത്തു. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കണ്ടീഷൻസായി. ഒരു കണ്ടീഷൻ ഇതാണ്, വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ്, ദെൻ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്, ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ ഇതിൻ്റെ RHS തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ എ y1 ഓഫ് ടി പ്ലസ് ബി y2 ഓഫ് ടിയും y3 ഓഫ് ടിയും ഇതിൻ്റെ RHS ടേംസ് എ എക്സ് വൺ ഓഫ് ടി സ്ക്വയർ ബി എക്സ് ടു ഓഫ് ടി സ്ക്വയർ, ഇവിടെ അത് തന്നെയാണ്. സോ നമുക്ക് എഴുതാം എ y1 ഓഫ് ടി പ്ലസ് ബി y2 ഓഫ് ടി ഈക്വൽ ടു y3 ഓഫ് ടി. അതായത് weighted sum of outputs is equal to output due to weighted sum of inputs. So the system is linear. It satisfies superposition principle. So we can say that the system, the given system is linear. So ഇങ്ങനെയാണ് നമ്മൾ ലീനിയാരിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ y3 ഓഫ് ടി എഴുതുന്നത് മാത്രം ശ്രദ്ധിച്ചെഴുതിയാൽ മതി. ലീനിയാരിറ്റി നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. y3 ഓഫ് ടി എഴുതുക എന്ന് പറയുന്നത് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് കൊടുത്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ റെസ്പോൺസാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ രണ്ട് വാല്യൂസും ഈക്വലായിട്ട് വരുവാണെങ്കിൽ സിസ്റ്റം ലീനിയറാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. y ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. y ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി. ഇവിടെ നമ്മൾ ഇൻപുട്ടിൻ്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്, എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഓഫ് ടി. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ടൈമിനെ ആണ് അതിൻ്റെ ഓപ്പറേഷൻ വന്നിരിക്കുന്നത്. എക്സ് ഓഫ് ടി സ്ക്വയർ അല്ലെങ്കിൽ ടി സ്ക്വയർ എന്ന് പറയുന്നത് ടൈം ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് ഓപ്പറേഷനാണ്, ഒരു ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഫാക്ടറാണ്. സോ നമ്മൾ സിഗ്നൽ ഓപ്പറേഷൻസ് പഠിച്ചതാണ്. ഇ റേസ് ടു എക്സ് ഓഫ് ടി മീൻസ് അതൊരു എക്സ്പോണൻഷ്യൽ വാല്യൂ എടുത്തേക്കുവാണ് ഇൻപുട്ടിൻ്റെ. സോ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് let x1 of t be the input. So ആ സ്റ്റെപ്പുകളൊക്കെ എഴുതുക. let x1 of t be the input and y1 of t be the corresponding output. So ഇവിടെ നമ്മൾ ഇൻപുട്ടിന് x1 of t കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ e raised to x1 of t, അതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y1 of t. Then സെക്കൻഡ് ഇൻപുട്ട് കൊടുത്തു, let x2 of t be the input and y2 of t be the corresponding output. So y2 of t is equal to e raised to x2 of t. സോ നമ്മൾ രണ്ട് ഇൻപുട്ടുകൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്തു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു. ദെൻ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ബൈ എ ആൻഡ് മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ ബി. സോ നമ്മളങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു x1 ഓഫ് ടി. ദെൻ രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ബി വെച്ചിട്ട്, ബി y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഇ റേസ് ടു x2 ഓഫ് ടി. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് കണ്ടുപിടിക്കാൻ. എ y1 ഓഫ് ടി പ്ലസ് ബി y2 ഓഫ് ടി, രണ്ട് ഇക്വേഷൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു ഇ റേസ് ടു x1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു x2 ഓഫ് ടി. സോ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഇക്വേഷൻ 1 എന്ന് ഞാൻ കൊടുത്തു. ശരി, നേരത്തെ നമ്മൾ 3 എന്നാണ് ഈ ഇക്വേഷന് കൊടുത്തിരുന്നത്. സോ നമുക്കൊരു വാല്യൂ കിട്ടി, weighted sum of outputs. So weighted sum of outputs കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് y3 ഓഫ് ടി ആണ്. y3 ഓഫ് ടി മീൻസ് ഔട്ട്പുട്ട് ഡ്യൂ ടു weighted sum of inputs, weighted sum of inputs. സോ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ പോകുന്നത് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് ആണ്. എ x1 ഓഫ് ടി പ്ലസ് ബി x2 ഓഫ് ടി. സോ നമ്മൾ ഓരോ വാല്യൂസും കൊടുക്കുന്നത് ആ ഇൻപുട്ട് ടേമിന് പകരമാണ്. ഇവിടെ നമ്മൾ x1 ഓഫ് ടി കൊടുത്തു, എക്സ് ഓഫ് ടിക്ക് പകരമാണ്.
എക്സ് ടു ഓഫ് ടി കൊടുത്തു, എക്സ് ഓഫ് ടിക്ക് പകരമാണ്. സോ ആ ഇൻപുട്ട് ഫംഗ്ഷൻ ഏതാണോ അതിനാണ് നമ്മൾ ഡിഫറെൻറ്റ് ഇൻപുട്ട് വാല്യൂസ് കൊടുക്കുന്നത്. ദെൻ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി ആണ്. സോ ആ കിട്ടുന്ന ഔട്ട്പുട്ടാണ് വൈ ത്രീ ഓഫ് ടി. സോ എക്സ് ഓഫ് ടിക്ക് പകരമാണ് എ എക്സ് വൺ പ്ലസ് ബി എക്സ് ടു എന്ന് കൊടുക്കുന്നത്. സോ ഇ റേസ് ടു എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എക്സ് ഓഫ് ടിക്ക് പകരം ഞാൻ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുത്തപ്പോൾ എനിക്ക് വൈ ത്രീ ഓഫ് ടി കിട്ടി. സോ ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഇ റേസ് ടു എ എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി എക്സ് ടു ഓഫ് ടി. സോ എക്സ് ഓഫ് ടിയെ റീപ്ലേസ് ചെയ്തിട്ട് ആ വെയ്റ്റഡ് സം ഓഫ് വാല്യൂ അവിടെ കൊടുത്തു. സോ ദിസ് ഈസ് ഇക്വേഷൻ 2. സോ ഇവിടെ നോക്കുക, നമുക്ക് എ വൈ വൺ ഓഫ് ടി പ്ലസ് ബി വൈ ടു ഓഫ് ടി, that is weighted sum of output is not equal to y3 of t. ഇത് a e raised to x1 of t plus b e raised to x2 of t ആണെങ്കിൽ ഇത് e raised to ax1 of t into e raised to b x2 of t ആ ഫോമിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു y3 of t. സോ ദിസ് സിസ്റ്റം ഈസ് നോൺ ലീനിയർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെറും ഒരു എക്സ് ഓഫ് ടി സ്ക്വയർ ഫംഗ്ഷനാണ്. അവിടെ സിഗ്നൽ ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത് ടൈമിലാണ് ഒരു സിഗ്നൽ ഓപ്പറേഷൻസ് വരുന്നത്. സോ ഇതൊരു ലീനിയാരിറ്റി സിസ്റ്റമാണ്. നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലീനിയർ കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആണ് ഇവിടെ വൈ ഓഫ് ടി എക്സ് ഓഫ് ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ലീനിയർ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. വൈയും എക്സും ലീനിയറാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, സെക്കൻഡ് എക്സാമ്പിൾ ഇതൊരു എക്സ്പോണൻഷ്യൽ എക്സ് ഓഫ് ടിയുടെ എക്സ്പോണൻഷ്യൽ വാല്യൂ എടുത്തിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു നോൺ ലീനിയർ സിസ്റ്റമായിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ചേക്കുക. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2x ഓഫ് എൻ പ്ലസ് 4. സോ ഇതാണ് നമുക്ക് അടുത്ത സിഗ്നലായിട്ട് തരുന്നത്. സോ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. ലെറ്റ് x1 ഓഫ് n be the input and y1 of n be the corresponding output. Then x2 of n be the second input and y2 of n be the corresponding. ഫസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഡിസ്ക്രീറ്റ് ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എഴുതുക. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മളത് എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. So first step ഇതാണ്. Let x1 of n be the input and y1 of n be the corresponding output. So x1 of n. System representation ഇതാണ്. y of n is equal to 2x of n plus 4. So ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് y1 of n that is equal to 2 into നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ x of n ആണ്. അവിടെ x of n ന് പകരം ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തു x1 of n plus 4. Then x2 of n be the corresponding input and y2 of n be the corresponding output. Then y2 of n can be expressed as 2 into x2 of n plus 4. Then നമ്മൾ അടുത്ത പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ a y1 of n ഈക്വൽ ടു 2 into a into x1 of n plus 4a എന്ന് കിട്ടും. ത്രൂ ഔട്ട് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ ഇക്വേഷനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b y2 of n ഈസ് ഈക്വൽ ടു 2 into b into x2 of n പ്ലസ് 4 into b. ദെൻ ഈ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് കിട്ടും. ദാറ്റ് ഈസ് a y1 of n പ്ലസ് b y2 of n ഈക്വൽ ടു 2 ഇവിടെ കോമൺ ആണ്. സോ ആഡ് ചെയ്യുമ്പോൾ 2 into a x1 of n പ്ലസ് b into x2 of n പ്ലസ് ഈ രണ്ട് ടേംസും ആഡ് ചെയ്യുമ്പോൾ 4 കോമൺ ആണ്. അഗെയിൻ a പ്ലസ് b. ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ നമുക്ക് ദിസ് വൺ ആസ് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ്. weighted sum of outputs. Then
നെക്സ്റ്റ് നമുക്ക് y3 of n കണ്ടുപിടിക്കാം. y3 of n means when input is ax1 of n plus bx2 of n. When input is ax1 of n plus bx2 of n, what is the value of output? y3 of n. So y3 of n is equal to 2 into ഇവിടെ എക്സ് ഓഫ് എന്നിന് പകരം നമ്മൾ ax1 of n പ്ലസ് bx2 of n എന്നാണ് കൊടുക്കുന്നത്. സോ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ax1 of n പ്ലസ് bx2 of n പ്ലസ് 4 ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒന്നുകൂടെ എഴുതാം. y3 of n എന്ന് പറയുമ്പോൾ y3 of n means it is the output due to weighted sum of inputs. Output due to weighted sum of inputs. So y3 of n is given as 2 into x of n ന് പകരം ax1 of n പ്ലസ് bx2 of n ഈ വാല്യൂ കൊടുക്കുന്നു, പ്ലസ് ഒരു 4 ഉണ്ട്. ഈ ഇക്വേഷൻ 2ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും ഈക്വൽ അല്ല, കാരണം ഇവിടെ വരുന്ന ഒരു ടേം കറക്റ്റ് ആണ്, പക്ഷേ 4a പ്ലസ് ബിക്ക് വരെ ഇവിടെ വന്നിരിക്കുന്നത് 4 ആണ്. സോ നമുക്ക് പറയാം ay1 of n plus by2 of n, that is weighted sum of output not equal to y3 of n, not equal to y3 of n. So the system is non-linear. So ഈ സിസ്റ്റം നോൺ ലീനിയർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾ കണ്ടു. നേരത്തെ കണ്ട എക്സാമ്പിളും നോൺ ലീനിയർ ആയിരുന്നു, ഫസ്റ്റ് എക്സാമ്പിൾ ലീനിയർ ആയിരുന്നു. സോ ഡിസ്ക്രീറ്റിൻ്റെ കേസാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ദിസ് സിസ്റ്റം ഈസ് നോൺ ലീനിയർ സിസ്റ്റം സിൻസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ദെൻ നമുക്ക് വേറൊരു ഫോം ചെക്ക് ചെയ്യാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇത് ഒരു സിസ്റ്റമാണ്, ഇത് ഒരു സിസ്റ്റം റെപ്രസെൻറ്റേഷനാണ്. കാരണം y of t ഡിഫറൻഷ്യൽ ഫോമിൽ തരുന്നേ ഉള്ളൂ. സോ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ തന്നേക്കുന്ന സിസ്റ്റമാണ്. സോ d square y of t by dt square plus 2t y of t equal to t square x of t. So നമുക്ക് let x1 of t be the input and y2 of t be the corresponding output. സോ അന്നേരം നമുക്ക് വാല്യൂ എഴുതാം. d square y1 of t by dt square plus 2t y1 of t equal to t square x1 of t. x1 of t കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് ആണ് നമ്മൾ ഈ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റം റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ സിമിലർലി നമ്മൾ x2 of t കൊടുക്കുന്നു. ലെറ്റ് x2 of t be the input and y2 of t be the corresponding y2 of t be the corresponding output. Then equation can be represented as, ഇത് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. Equation can be represented as d square y2 of t by dt square plus 2t y2 of t equal to t square x2 of t. Then equation 1നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ സെയിം ചെയ്യുന്നതാണ് എപ്പോഴും. സോ 1 into a, then equation 2 into b, ത്രൂ ഓൾ ടു മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ ദിസ് 1 into a ചെയ്യുക, 2 into b ചെയ്യുക, ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. a into d square y1 of t. സോ അഡീഷൻ നമുക്ക് പിന്നെ ചെയ്യാം. a into d square y1 of t by dt square plus 2a into t into y1 of t equal to a into t square into x1 of t. Then രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ b into d square y2 of t by dt square plus 2 into b into t into y2 of t equal to b into t square x2 of t. Then add these two equation 3യും 4ഉം കൂടെ വെറുതെ നമ്പർ കൊടുത്തേക്കുവാണ്, അല്ലെങ്കിൽ നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ കറസ്പോണ്ടിങ് ടേംസ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്.
So a into d square y1 of t by dt square plus b into d square y2 of t by dt square plus 2a t y1 of t plus 2b t y2 of t equal to a into t square x1 of t plus b into t square x2 of t. So first term, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എ ഡി സ്ക്വയർ y1 of t by dt square plus b d square y2 of t by dt square എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതിൽ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ ഞാൻ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എ y1 of t, അതുപോലെ ബി ഇവിടോട്ട് എടുത്തു കഴിഞ്ഞാൽ ബി y2 of t നമുക്ക് എഴുതാം. ഇതിൽ നിന്നും നമ്മളൊരു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇങ്ങനെ ഒരു കോമൺ ആക്കി നമുക്കിതിനെ എഴുതാൻ പറ്റും. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഈസ് എ y1 of t പ്ലസ് ബി y2 of t. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ രണ്ട് ടേംസ് ആയിട്ട് തന്നെ കിട്ടും. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. പ്ലസ് ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 2ഉം ടിയും ആണ്. സോ 2t കോമൺ എടുത്തു കഴിഞ്ഞാൽ എ y1 of t പ്ലസ് ബി y2 of t ഈക്വൽ ടു, ഇതിൽ നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ ടി സ്ക്വയർ എടുക്കാം. ടി സ്ക്വയർ ഇൻറ്റു എ x1 of t പ്ലസ് ബി x2 of t. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് വെച്ച് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇവിടെ ഔട്ട്പുട്ടിനെ നമ്മൾ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ടായിട്ട് എക്സ്പ്രസ് ചെയ്തു. വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ്, ഇതും വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ്. ഇത് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് ആണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ അതിൻ്റെ ഓരോ ടേംസ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ സിസ്റ്റം ലീനിയർ ആണെന്ന് പറയാം. വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ ആ ഒരു രണ്ട് സെപ്പറേറ്റ് ചെക്കിംഗ് ഒന്നും വേണ്ട. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ ലീനിയർ ആണെന്ന് പറയാം. ഇത് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ആണ്. ഇതും വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ആണ്. ഇത് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ് ആണ്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദിസ് സിസ്റ്റം ഈസ് ലീനിയർ സിസ്റ്റം. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സിസ്റ്റം നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തു, ദെൻ എ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഫാസ്റ്റായിട്ട് ചെയ്യുവാണ് കാരണം ഓൾറെഡി നമ്മൾ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു. സോ ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തു dy1 of t by dt 2 പ്ലസ് 5 ഇൻറ്റു y1 of t ഈക്വൽ ടു x1 സ്ക്വയർ ഓഫ് t. ദെൻ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ 2a 5a a ഇൻറ്റു x1 സ്ക്വയർ. ദെൻ സെക്കൻഡ് നമ്മൾ ഇൻപുട്ട് x2 of t കൊടുത്തു. സോ 2 ഇൻറ്റു dy2 of t by dt സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു y2 of t ഈക്വൽ ടു x2 സ്ക്വയർ ഓഫ് t. സെക്കൻഡ് ഇൻപുട്ട് കൊടുത്തു. ദെൻ അതിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2b 5b ഹിയർ b. സോ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടും സെക്കൻഡ് ഇൻപുട്ടും കൊടുത്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതി. എ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബി കൊണ്ട് ത്രൂ ഔട്ട് എഴുതി. നിങ്ങൾ എഴുതുമ്പോൾ അത് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതണം. ഒരുമിച്ച് നമ്മളിവിടെ എഴുതിയേക്കുവാണ്. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ 2a ഇൻറ്റു dy1 of t by dt പ്ലസ് 2b ഇൻറ്റു dy2 of t by dt പ്ലസ് 5a y1 of t plus 5b y2 of t equal to a into x1 square of t plus b x2 square of t. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടുന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 അവിടെ നിർത്തി. d by dt of 2 രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് അതുപോലെ തന്നെ നിർത്തിയിട്ട് a y1 of t
പ്ലസ് by2 ഓഫ് ടി പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടുന്നത്. ദെൻ ഇവിടുന്ന് നമ്മൾ 5 കോമൺ എടുക്കാൻ പറ്റൂ. സോ 5 ഇൻറ്റു ay1 ഓഫ് ടി പ്ലസ് by2 ഓഫ് ടി ഈക്വൽ ടു a ഇൻറ്റു x1 സ്ക്വയർ ഓഫ് ടി പ്ലസ് b x2 സ്ക്വയർ ഓഫ് ടി. സോ ഇനി നമ്മൾ ഇതിനെ ഏതെങ്കിലും എല്ലാ ടേംസിനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ടേംസിൽ ഇവിടെ നോക്ക്, വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ്, weighted sum of outputs. So this is weighted sum of outputs. So പക്ഷേ ഇതിനെ നമുക്ക് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ax1 സ്ക്വയർ ഓഫ് ടി ആ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് നോട്ട് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ax1 ഓഫ് ടി പ്ലസ് bx2 ഓഫ് ടി ആയിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഓക്കെയാണ്. പക്ഷേ ഇവിടെ ax1 സ്ക്വയർ ഓഫ് ടി പ്ലസ് bx2 സ്ക്വയർ ഓഫ് ടി ആ ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് എ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്സ്. സോ നമുക്ക് പറയാം ദിസ് സിസ്റ്റം ഡസ് നോട്ട് സാറ്റിസ്ഫൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ദിസ് സിസ്റ്റം ഈസ് നോൺ ലീനിയർ. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ നോൺ ലീനിയർ സിസ്റ്റംസ് ചെക്ക് ചെയ്യുന്നത്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.